ബ്രോ, എല്ലാവർക്കും ഫിനാൻഷ്യൽ അഡ്വൈസ് പറഞ്ഞു കൊടുക്കുന്നതല്ലേ, എനിക്ക് ചെറിയ ഫിനാൻഷ്യൽ അഡ്വൈസ് പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ളത്. അതിലെന്താ, വളരെ ഈസി ആയിട്ടും സൂപ്പർ പവർഫുൾ ആയിട്ടുമുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് കൊള്ളാം. എനിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞുതരാൻ പറ്റും? ഒരു കാര്യം നീ എന്നോട് പറയണം, എത്രയാണ് നീ ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നത്? അതിപ്പോ 6000 ഹോസ്റ്റൽ ഫീസിന് പോകും, പിന്നെ ഒരു 4500 ഫുഡ് ട്രാവലൊക്കെ ആയിട്ട് അതങ്ങനെ പോകും, പിന്നെ ഒരു 5000 ഉള്ളത് അതങ്ങനെ ഇങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് അങ്ങനെ പോകും. അങ്ങനെ നോക്കുമ്പോൾ മാസം ഒരു 15,000 20,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നീ ചെലവാക്കുന്നത് നിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ്, അതും നിന്റെ UPI ഉപയോഗിച്ച്? UPI തന്നെ ചെയ്യാറ്, സേവിങ്സ് ഡയറക്റ്റ് ആയിട്ട് പോകും. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാക്സിമം എത്ര കിട്ടും? ഒരു വർഷം 1-2%. അത് ശരിയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടണില്ല. ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിന്റെ പണം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുക, എന്നിട്ട് ഒരു ക്രെഡിറ്റ് പേ FD ബാക്ക്ഡ് കാർഡ് എടുക്കുക. നിന്റെ FD അക്കൗണ്ടിന് 7% പലിശയും കിട്ടും. അതുപോലെ തന്നെ നീ ക്രെഡിറ്റ് പേ FD ബാക്ക്ഡ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 2% ക്യാഷ് ബാക്കും ലഭിക്കും. അതായത് നിന്റെ ദിവസേന ചെലവിന് നിനക്ക് 9% ബെനിഫിറ്റ് ലഭിക്കും. ശരിക്കും അതെന്റെ ക്രെഡിറ്റ് സ്കോർ കൂട്ടുമോ? എക്സാക്ട്ലി. യാതൊരു റിസ്കും ഇല്ല, നല്ല ക്രെഡിറ്റ് സ്കോറും കിട്ടും. ഫ്യൂച്ചറിൽ ലോൺ ലഭിക്കാൻ ഇത് നിന്നെ സഹായിക്കും. ഇത് കളിക്കിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യാം? ക്രെഡിറ്റ് പേ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, വിജയിക്കാൻ ആരംഭിക്കും. ബോസ് വാല, ബി ദ ബോസ്.